ബാങ്കിംഗ് രംഗത്തെ സമീപകാല വിവാദങ്ങളിൽ ഒന്നായി മാറിയ സേവിങ്സ് അക്കൗണ്ടിലെ മിനിമം ബാലൻസ് നിബന്ധനയിൽ ICICI ബാങ്ക് നിലപാട് മയപ്പെടുത്തി. ഉപഭോക്താക്കളിൽ നിന്ന് വ്യാപകമായ വിമർശനങ്ങൾ ഉയർന്നതിന് പിന്നാലെയാണ് ബാങ്ക് തങ്ങളുടെ തീരുമാനത്തിൽ മാറ്റം വരുത്തിയത്. ആദ്യം നിയമം ബാലൻസ് തുക കുത്തനെ ഉയർത്താനുള്ള തീരുമാനം പ്രഖ്യാപിക്കുകയും പിന്നീട് ജനങ്ങളുടെ പ്രതിഷേധം കാരണം അത് മാറ്റുകയും ചെയ്തത് ബാങ്കിംഗ് മേഖലയിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നു. ആദ്യം ബാങ്ക് പ്രഖ്യാപിച്ച മിനിമം ബാലൻസ് വർധനവ് ഉപഭോക്താക്കളെ ശരിക്കും ഞെട്ടിച്ചിരുന്നു. മെട്രോ നഗരപ്രദേശങ്ങളിലെ അക്കൗണ്ടുകളിൽ പ്രതിമാസ ശരാശരി മിനിമം ബാലൻസ് 10,000 രൂപയായിരുന്നത് 50,000 രൂപയാക്കി ഉയർത്താനായിരുന്നു ആദ്യ തീരുമാനം. എന്നാൽ വ്യാപക വിമർശനങ്ങൾ ഉയർന്നതോടെ ഈ തുക 15,000 രൂപയായി കുറച്ചു. ഇതോടെ നേരത്തെ ഉണ്ടായിരുന്ന 10,000 രൂപയിൽ നിന്ന് നേരിയ വർധനവ് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുപോലെ അർദ്ധ നഗരപ്രദേശങ്ങളിലെ ശാഖകളിൽ മിനിമം 5,000 രൂപയിൽ നിന്ന് 25,000 രൂപയാക്കി ഉയർത്താനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇതിലും മാറ്റം വരുത്തുക 7,500 രൂപയായി കുറച്ചതാണ്. ഗ്രാമീണ ശാഖകളിലെ അക്കൗണ്ടുകളിൽ മിനിമം ബാലൻസ് 2,500 രൂപയിൽ നിന്ന് 10,000 രൂപയാക്കി ഉയർത്താൻ തീരുമാനിച്ചെങ്കിലും ഈ തുക 2,500 രൂപയായി തന്നെ നിലനിർത്താൻ ബാങ്ക് തീരുമാനിച്ചു. ഗ്രാമീണ മേഖലയിലെ ഉപഭോക്താക്കൾക്ക് ഇത് വലിയ ആശ്വാസമാണ് നൽകിയത്. സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് തുക ഒറ്റയടിക്ക് ഇത്രയകം ഉയർത്തിയത് ഉപഭോക്താക്കളെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുമായിരുന്നു. പ്രത്യേകിച്ച് സാധാരണക്കാർക്ക് 50,000 രൂപ പോലുള്ള ഉയർന്ന തുകകൾക്ക് ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തുന്നത് എളുപ്പമല്ല. ഈ തീരുമാനം ബാങ്കിന്റെ ഉപഭോക്തൃ സൗഹൃദ നയങ്ങൾക്ക് വിരുദ്ധമാണെന്ന് വലിയ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. പല ബാങ്കിംഗ് വിദഗ്ധരും സാമ്പത്തിക ഉപദേഷ്ടാക്കളും ഈ വിഷയത്തിൽ ബാങ്കിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുകയും ചെയ്തു. ഈ പ്രതിഷേധങ്ങൾ ശക്തമായതോടെയാണ് ICICI ബാങ്ക് തങ്ങളുടെ തീരുമാനം പുനർപരിശോധിക്കേണ്ടി വന്നത്. പൊതുമേഖലാ ബാങ്കുകൾ ഉപഭോക്താക്കൾക്ക് കൂടുതൽ സൗകര്യങ്ങൾ നൽകുന്നതിൽ മുൻപന്തിയിലാണ്. 2020 സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സേവിങ്സ് അക്കൗണ്ടുകളിലെ മിനിമം ബാലൻസ് നിബന്ധന ഒഴിവാക്കിയിരുന്നു. ഇത് ഉപഭോക്താക്കൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. പൊതുമേഖലാ ബാങ്കുകൾ ഈ നിബന്ധനകൾ ഒഴിവാക്കുമ്പോൾ സ്വകാര്യ ബാങ്കുകൾ ഇത് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നത് സാധാരണക്കാർക്കിടയിൽ അതൃപ്തി ഉണ്ടാക്കുന്നു. ഈ സാഹചര്യത്തിൽ ICICI ബാങ്കിന്റെ തീരുമാനം ഏറെ പ്രസക്തമാണ്. ICICI ബാങ്കിന്റെ ഈ നീക്കം ഉപഭോക്താക്കളുടെ അഭിപ്രായങ്ങളെയും പ്രതിഷേധങ്ങളെയും ബാങ്കിംഗ് മേഖലയെ എത്രത്തോളം ഗൗരവമായി കാണുന്നു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. പുതിയ തീരുമാനപ്രകാരം മിനിമം ബാലൻസിൽ നേരിയ വർധനവ് വരുന്നുണ്ടെങ്കിലും ആദ്യം പ്രഖ്യാപിച്ച വലിയ വർധനവിൽ നിന്ന് ഇത് വളരെ കുറവാണ്. ഇത് ബാങ്കിംഗ് ഉപഭോക്താക്കളുടെ വിശ്വാസം വീണ്ടെടുക്കാൻ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്നിരുന്നാലും ഇത്തരം തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഉപഭോക്താക്കളുടെ സൗകര്യങ്ങൾ പരിഗണിക്കേണ്ടതിന്റെ ആവശ്യകത ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു.